ഒരു സംഗതി കൂടി ഞാൻ ഇത് പ്രസംഗിച്ചത് എനിക്ക് അറിഞ്ഞൂടാ, പ്രസംഗിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉണ്ടെങ്കിൽ മറുപടി കൊടുക്കുമായിരുന്നു. ഈ മുഖാം ഉദ്ഘാടനം ചെയ്തത് അന്ന് അത് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നു, എന്ത് ഇരിക്കുന്നു, തർക്കമുണ്ടായി ആരാണ് ചെയ്യേണ്ടത്. സൈനത്തുൽ ഇസ്ലാമിന്റെ മകനുണ്ട്, വീട്ടിലെല്ലാ സദസ്സുണ്ട്, ഉമ്മ ഉണ്ട്. അന്നേരം ഇപ്പൊ ഇവരെല്ലാം കൂടിയിട്ട് മന്ത്രിനെ കൊണ്ടുവരണം, മറ്റവനെ കൊണ്ടുവരണം. ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറൽ അസീസ് എന്ന ഹയാത്തുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല, മുസ്ലിയാറ് ഇതെടുക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്, ഇതിന്റെ ഉദ്ഘാടനം ഞങ്ങളായിരിക്കണം തീരുമാനിക്കേണ്ടത് വീട്ടിൽ വെച്ചിട്ട്. അവസാനം ഇ കെ ഉസ്താദ് ചോദിച്ചു, നീ ആരെയോടോ വിചാരിക്കുന്നു? ഞാൻ ഉമ്മാനോട് ചോദിച്ചോക്ക്. അന്ന് ഉമ്മ ഹയാത്തുണ്ട്. ഉമ്മ പറഞ്ഞു അത് അബൂബക്കറുള്ളാരോ ഇബ്രാഹിമിനെ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് അവരത് ചെയ്യട്ടെ എന്ന് ഞാൻ ഇ കെ ഉസ്താദിനോട് പറഞ്ഞ് ബഹുമാനത്തോട്, ഒരു മന്ത്രിനെ കൊണ്ട് ഈ മുഖാമ് ഞാൻ തൊടിക്കാൻ ഇഷ്ടപ്പെടൂല. ഈ മുഖാമിന്റെ ബാബിൽ തുറക്കണമെങ്കിൽ വടകര മുഹമ്മദാജി ഖദ്ദസല്ലാഹു സിർറൽ അസീസ് മഹാനവർകളായിരിക്കണം അത് തുറക്കേണ്ടത്. അപ്പൊ എല്ലാ ജനങ്ങളും സലാത്ത് പറഞ്ഞ് അങ്ങനെ ഈ മുഖാമിന്റെ ബാതില് തുറന്നു കൊടുത്ത് ഉദ്ഘാടനം ചെയ്തത് വടകര മുഹമ്മദാജി ഖദ്ദസല്ലാഹു സിർറൽ അസീസാണ്. അവർ പേരുണ്ട് ആടെ, പേര് നിങ്ങൾ വെച്ചിനാടെ. ഒരു ഒലിന്റെ പേര് വെക്കാൻ പറ്റാത്ത നിങ്ങള്, ഞാൻ കുറെ സബൂർ ചെയ്തു, ഇനി സബൂർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തോവ ചെയ്ത് മടങ്ങി നിങ്ങൾ നടത്തിക്കോളി, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മടൂർ ഷേഖിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറൽ അസീസ്, എ പി അബൂബക്കർ മുസ്ലിയാർ, ഈ എല്ലാ മഹാന്മാരെ നിങ്ങൾ അംഗീകരിക്കേണ്ടത് വരും. അതല്ലാണ്ട് പെട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഉണ്ടാവൂല, അതിന്റെ കാലം അടുത്ത് എത്തിപ്പോ. അതുകൊണ്ട് നിങ്ങൾ നല്ല മട്ടത്തിൽ തന്നെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നടത്തിക്കോളി, നമുക്ക് പെട്ടിന്റെ ആവശ്യമില്ല. നമുക്ക് മുഖാമിന്റെ ഉള്ളിലെ മഹാ ഞങ്ങളെ കൂടെ ഉണ്ട്. 1 കോടി അല്ലടോ, 100 കോടി കൊണ്ടുവരാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. ഇപ്പോ അതാ പള്ളി 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയി പ്രഖ്യാപിച്ചതാ. 20,000 നിസ്കരിക്കുന്ന ആൾക്കാർ പള്ളി കോഴിക്കോടിൽ വരും. ഇൻഷാ അല്ലാഹ് ആ പള്ളി വരും, ലോകം കാണും ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് ദീന്റെ വേണ്ടിയിട്ട് പണിയാ, കസാലക്ക് വേണ്ടിയിട്ട് മസാല പറയുന്ന ആൾക്കാർ ഞങ്ങളല്ല. കസാല കാലുകൊണ്ട് പൂന്ന് ചവിട്ടുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് വേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഫാത്തും ഈ മഹാന്മാരെ തുണ ആഖിറത്തിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവരിങ്ങനെ കര പറന്നാക്കിയാൽ ആവുന്ന, അതാവൂല. ഓരോന്ന് ഇനി തെളിഞ്ഞ് വരുന്നുണ്ട്. അത് വരുന്ന മുമ്പ് നിങ്ങളെല്ലാം നല്ല മട്ടത്തിൽ തോപ ചെയ്ത് ഇനി നമുക്ക് വേണ്ട, ഇതാ ബാക്കി നിങ്ങൾക്കിടെ സ്ഥാപനമുണ്ട്, ഞങ്ങൾക്ക് എന്താ സഹകരണം ചെയ്യേണ്ടത്, വരീൻ വന്ന് എ പി ഉസ്താദിനോട് മുസാഫറത്ത് ചെയ്ത് നല്ല മട്ടത്തിൽ നടത്തോണ്ട് പോയാൽ ദുനിയാവ് നന്നാവും, ആഖിറത്തും നന്നാവും. അസ്സലാമു അലൈക്കും.